Hello students, in this video I am going to discuss about the concepts of indexing and different problems related to numerical problems related to indexing. Okay. So video start ചെയ്യുന്നതിന് മുമ്പേ ഇൻഡെക്സിങ്ങിന്റെ പ്രോബ്ലംസ് പറയുന്നതിന് മുമ്പേ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ഇൻഡെക്സിങ് ആൻഡ് വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഇൻഡെക്സിങ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇതിൽ ഈ ഒരു സൈഡിൽ കാണുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ടേബിൾ. നമ്മൾ സാധാരണ എംപ്ലോയി ടേബിൾ എന്നൊക്കെ പറഞ്ഞ ഒരു ടേബിൾ ഓഫ് ഡേറ്റയാണ്. So this is our database. We just consider this as a database. അപ്പോൾ ഈ ഡേറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു എംപ്ലോയിന്റെ നെയിം സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അയാളുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ബർത്ത് ഡേറ്റ്, ജോബ്, സാലറി, സെക്സ്, ഇങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. സോ ദ സൈസ് ഓഫ് ദ ടേബിൾ ഇസ് വെരി ബിഗ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഒരു സിംഗിൾ ഡേറ്റ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻഡേഴ്സൺ എന്ന് പറയുന്ന നെയിം നമുക്ക് പിക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു സം സെർച്ച്. അതായത് ആദ്യത്തെ എംപ്ലോയി ആണോ നോക്കണം, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ. സോ വി ക്യാൻ സെർച്ച് ഇൻ എ സീക്വൻഷ്യൽ മാനർ. അപ്പൊ ഈ സെർച്ചിങ് ടൈം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. അതായത് നമ്മുടെ ഡേറ്റയുടെ സൈസ് ഭയങ്കര കൂടുതൽ, ടേബിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സെർച്ചിങ് ടൈം ഇൻക്രീസ് ആവും. ഓക്കെ. അപ്പൊ ഈ സെർച്ചിങ് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ബുക്കിൽ ഒരുപാട് പേജസ് ഉണ്ട്. ഇപ്പൊ ഒരു 2000 പേജസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്കൊരു ഡേറ്റ പിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും, അതിന്റെ ഇൻഡെക്സിൽ പോയിട്ട് ഈ ഒരു ഡേറ്റ എവിടെയാണെന്ന് നോക്കും. സോ ഇൻഡെക്സിൽ നമുക്ക് പേജ് നമ്പർ ഉണ്ടാവും. സോ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദാറ്റ് പേജ് ആൻഡ് യു ക്യാൻ പിക്ക് ദ ഡേറ്റ. ഓക്കെ. സോ ഇൻഡെക്സിങ് ഇസ് എ മെത്തേഡ് ഓഫ് ആക്സസിങ് ദ ഡേറ്റ വിത്തിൻ എ ഷോർട്ട് ടൈം. ഓക്കെ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ബുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ ആയിട്ട് നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഡേറ്റ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടേബിളിന് ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് ഇൻഡെക്സിങ് മെത്തേഡ്. സോ ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് മെത്തേഡ് നിങ്ങൾക്കറിയാം. പ്രൈമറി ഇൻഡെക്സിങ്, സെക്കൻഡറി ഇൻഡെക്സിങ്. ഇനി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ പ്രൈമറി കീ വെച്ചിട്ട് ഇൻഡെക്സ് സെറ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെ തിയറി കോൺസെപ്റ്റ്സ് ആണ്, ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ. അപ്പൊ ഈ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇതില് ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആരോൺ എന്ന് പറയുന്ന നെയിമാണ്. പിന്നത്തെ ഇൻഡെക്സ് വരുന്നത് ഡി വെച്ചിട്ടുള്ള ആദം എന്ന് പറയുന്ന നെയിമാണ്. അപ്പൊ നമ്മൾ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എ ബി സി എന്നൊക്കെ പറയുന്ന നെയിം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റർ ഉണ്ടാവും. അതായത് ആരോൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു പോയിന്റർ ഉണ്ട്. സോ പോയിന്റർ ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എൻ അഡ്രസ്. ഓക്കെ. സോ ഈ പോയിന്ററിലുള്ള അഡ്രസ്സിൽ നമ്മൾ ജസ്റ്റ് പോവാം. സോ യു ക്യാൻ ഗെറ്റ് ദ ഡേറ്റ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കിട്ടും, ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കിട്ടും, സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കിട്ടും. ഓക്കെ. ഇനി ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നെയിം ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് അഡ്രസ്. അപ്പൊ ഇവിടെ ഉണ്ടാവും. അത് നെക്സ്റ്റ് ഇൻഡെക്സിൽ വരുന്ന എൽ ആണ്. അപ്പോൾ ഡി മുതൽ എൽ വരെയുള്ള എല്ലാ വാല്യൂസും കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ പോയി നോക്കിയാൽ മതി. സോ വി ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദാറ്റ് പെർട്ടിക്കുലർ ബ്ലോക്ക് ആൻഡ് ആക്സസ് ദ ഡേറ്റ. പക്ഷെ ഇപ്പൊ സപ്പോസ് സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ കുറച്ചൊരു സീക്വൻഷ്യൽ സെർച്ച് വരും, പക്ഷെ നമുക്ക് എൻ്റർ ഡേറ്റാബേസിനെ സെർച്ച് ചെയ്യുന്ന ടൈം റെഡ്യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡെക്സിങ്. ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് തിയറി ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ പറഞ്ഞു വന്നത് ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് അല്ല, നമുക്ക് കുറച്ചുകൂടി ഇതിൽ വരുന്നത് ഡിഫറെന്റ് പ്രോബ്ലംസ് ആണ്. അപ്പൊ ഈ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇതിന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സപ്പോസ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, കൺസിഡർ ആൻ ഓർഡേർഡ് എംപ്ലോയി ഫയൽ വിത്ത് 10,000 റെക്കോർഡ്സ്. ഓക്കെ. അപ്പൊ ഈ റെക്കോർഡ് എന്ന് പറയുന്നതിന്റെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ റെക്കോർഡ് സൈസ് ഓഫ് ദ റെക്കോർഡ് എന്ന് പറയുന്നത് 80 ബൈറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് സൈസ് ഓഫ് ദ റെക്കോർഡ് ക്യാൻ ബി കൺസിഡർ ആസ് ക്യാപിറ്റൽ ലെറ്റർ ആർ. നമ്പർ ഓഫ് ഫയൽസ് എന്ന് പറയുന്നതാണ് സ്മോൾ ലെറ്റർ ആർ, സൈസ് ഓഫ് ദ റെക്കോർഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. ഓക്കെ. ദെൻ ഈ ഫയൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലാണ്. അപ്പൊ ആ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു ഫയലിന്റെ സൈസ് എന്ന് പറയുന്നത് ഇവരെത്ര തന്നിരിക്കുന്നത്, ഒരു ഫയൽ സ്റ്റോർഡ് ആൻ എംപ്ലോയി നമ്പർ. അതായത് നമ്മൾ എംപ്ലോയി നമ്പർ വെച്ചിട്ടാണ് ഫയലിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. എംപ്ലോയി നമ്പറിന് എത്ര സൈസ് വരുന്നുണ്ട്, 15 ബൈറ്റ് ആണ് സൈസ് വരുന്നത്. ഓക്കെ. ദെൻ അതാണ് നമ്മുടെ പ്രൈമറി കീ എന്ന് പറയുന്നത്. ദെൻ അൺസ്പാൻഡ് ഓർഗനൈസേഷൻ ആണ്. ഇനി ബ്ലോക്കിന്റെ സൈസ് എന്ന് പറയുന്നത് 512 ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബ്ലോക്ക് സൈസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. Now the question is compute the number of blocks access needed for selecting a record based on employee number. ഇനി അതിൽ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വൺ, നോ ഇൻഡെക്സ് ഇസ് യൂസ്ഡ്. അതായത് ഇൻഡെക്സ് ഒന്നും ഇല്ല, നമ്മൾ എൻ്റയർ ടേബിളിനെ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര സമയം വേണം. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിംഗിൾ ലെവൽ പ്രൈമറി ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൽ നമുക്ക്
ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ എൻറ്റയർ ടേബിളിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ടൈം എടുക്കും. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഇൻഡെക്സ് ഉണ്ട്, ആ ഇൻഡെക്സിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കും. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് സെക്കൻഡറി ലെവൽ ഇൻഡെക്സ് ഉണ്ട്, അതായത് ഇൻഡെക്സുകൾക്ക് വീണ്ടും ഒരു ഇൻഡെക്സ് ഉണ്ട്, അപ്പൊ അത് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര സമയം എടുക്കും. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് നോക്കാം. ഇൻഡെക്സ് ഇല്ലാതെ സെർച്ച് ചെയ്യാൻ എത്ര ടൈം എടുക്കും, സിംഗിൾ ലെവൽ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും, മൾട്ടി ലെവൽ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതില് തന്നിരിക്കുന്നത് നമ്മളുടെ സെർച്ച് കീ എന്ന് പറയുന്നത് പ്രൈമറി കീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഫയൽ സ്റ്റോർ ചെയ്യുമ്പോൾ പ്രൈമറി കീ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രൈമറി കീ ആണെങ്കിൽ ഒരു മെത്തേഡിലാണ്, നോൺ പ്രൈമറി കീ ആണെങ്കിൽ വേറെ മെത്തേഡിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇൻഡെക്സിങ് ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എൻറ്റയർ ഡേറ്റേനെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ എത്ര ബ്ലോക്ക് വേണം, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് BFR. BFR is equal to B divided by R എന്നാണ്. ഇപ്പൊ B എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് സൈസ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ R തന്നിട്ടുണ്ട്. സോ B by R കാൽക്കുലേറ്റ് ചെയ്യാം. സോ B by R എന്ന് പറയുന്നത് എത്ര വരിക, ഒരു 6.4 വരും. അപ്പൊ ഇങ്ങനത്തെ വാല്യൂസ് എന്ന് പറയുന്നത് 6 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റ് വാല്യൂ നമ്മൾ ഡിലീറ്റ് ചെയ്യുക, കാരണം നമുക്ക് ബ്ലോക്ക് സേവ് ചെയ്യുമ്പോൾ എൻറ്റയർ ബ്ലോക്കിന് ഒരു ഫുൾ സൈസിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ നെക്സ്റ്റ് പ്രീവിയസ് ഇൻറ്റീജറിലേക്കാണ്, അതായത് ഗ്രൗണ്ട് ആണ് ചെയ്യുന്നത്, സീലിംഗ് ഫംഗ്ഷൻ അല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 6.4 എന്ന് പറയുന്നത് 6ലേക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്ലോക്സിനെ ഈ റെക്കോർഡ് സേവ് ചെയ്യുമ്പോൾ എത്ര സൈസ് വേണം, എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് വേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. സോ B is equal to R divided by BFR. അപ്പൊ BFR നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 6 ആണ്. ദെൻ R എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെക്കോർഡ്സ് ആണ്. സോ 1000 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 1667 ബ്ലോക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ബ്ലോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡാറ്റാബേസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻസ് ആദ്യം പഠിക്കുക. ആദ്യം BFR കണ്ടുപിടിക്കണമെങ്കിൽ B ഡിവൈഡഡ് ബൈ R കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ബ്ലോക്സ് കണ്ടുപിടിക്കണമെങ്കിൽ R ഡിവൈഡഡ് ബൈ BFR ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും നമ്പർ ഓഫ് ബ്ലോക്സ് വേണം. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് സെർച്ച് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത്രയും സെർച്ച് വേണം തന്നെ എഴുതാം, 1667 സെർച്ചസ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ നമ്മൾ ബൈനറി സെർച്ച് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ log2 ആ നമ്പർ ഓഫ് ബ്ലോക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ log2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാലും പ്രോബ്ലം ഇല്ല. സോ ദീസ് ആർ ദ നമ്പർ ഓഫ് സെർച്ചസ് റിക്വയർഡ് ഇഫ് ദർ ഇസ് നോ ഇൻഡെക്സിങ്. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, സിംഗിൾ ലെവൽ ഇൻഡെക്സ് ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ ആക്ച്വലി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓൾറെഡി ഒരു ഡേറ്റാബേസ് ഉണ്ട്. അപ്പൊ ആ ഡേറ്റാബേസിന്റെ പ്രൈമറി കീ ആണ് നമ്മൾ എന്തിലേക്ക് എടുക്കുന്നത്, ഇൻഡെക്സിലേക്ക് എടുക്കുന്നത്. ഇപ്പൊ 2 എന്ന് പറയുന്നതാണ് പ്രൈമറി കീ എന്നുണ്ടെങ്കിൽ ഇൻഡെക്സിൽ എന്ത് മാത്രം സ്റ്റോർ ചെയ്താൽ മതി, 2 മാത്രം സ്റ്റോർ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്യുമ്പോൾ എൻറ്റയർ ഡേറ്റാബേസിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് എത്ര വന്നത്, സൈസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ സൈസ് ഓഫ് ദ റെക്കോർഡ് എന്ന് പറയുന്നത് എത്ര എഴുതിയിരിക്കുന്നത്, സൈസ് ഓഫ് ദ റെക്കോർഡ് എന്ന് പറയുന്നത് 10,000 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇനി വരുമ്പോൾ റെക്കോർഡിന്റെ സൈസ് കുറയും, കാരണം നമ്മൾ പ്രൈമറി കീ മാത്രമാണ് എന്തായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ പ്രൈമറി കീ അല്ലെങ്കിൽ ആ നമ്പർ ഓഫ് ബ്ലോക്സിന് മാത്രമാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈം ഓൺവേർഡ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ പ്രീവിയസ് നമ്പർ ഓഫ് ബ്ലോക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ലേ, അതാണ് സ്മോൾ ലെറ്റർ ആർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്, 1667 ബ്ലോക്സ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രാവശ്യം നമ്പർ ഓഫ് ഫയൽസ് എത്രയാണ് അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യണം, കാരണം എൻറ്റയർ ഫയൽസിനെ നമുക്ക് ഡിസ്കിലേക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. നെക്സ്റ്റ് ടൈം നമ്മൾ ഓൾറെഡി നേരത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി കുറച്ചുകൂടി. ഇതിൽ ആരോൺ A B A C വെച്ചിട്ടുള്ള എല്ലാ പേരിലും പകരം നമ്മൾ ആകെ കൂടി A എന്ന് പറയുന്ന ഒരു പേരേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഫയൽസിന് വേണ്ടി നമ്മൾ ഒരു ഫയലിനെയാണ് ഇൻഡെക്സിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ഇവിടെ 4 ഫയലിന് പകരം ഒരെണ്ണമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇവിടെ നമുക്ക് 10,000 റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് ഈ പ്രൈമറി ലെവലിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് ഫയൽസ് കുറയും. ഓക്കെ, ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടൈം സ്മോൾ ലെറ്റർ ആർ എടുക്കുമ്പോൾ ആ പ്രീവിയസിൽ കിട്ടിയ വാല്യൂ ആണ് എടുക്കുന്നത്, സ്മോൾ ലെറ്റർ B ആണ് ഈ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി റെക്കോർഡിന്റെ സൈസ് എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് 80 ആയിരുന്നു, പക്ഷെ ഈ കേസിൽ നമുക്ക് അത്രയും സൈസ് വേണ്ട, പ്രൈമറി കീ മാത്രം മതി. അപ്പൊ പ്രൈമറി കീന്റെ സൈസ് ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് പ്രൈമറി കീന്റെ സൈസ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, 15 സംതിങ് ആണ്. സൈസ് ഓഫ് ദ എംപ്ലോയി നമ്പർ ഇസ് 15. പിന്നെ അതിന്റെ കൂടെ ഒരു പോയിന്റർ ഉണ്ടാവും, അതായത് ഇത് ഏത് ബ്ലോക്കിലാണെന്നുള്ള അഡ്രസ്സും കൂടി ഉണ്ടാവും. സോ പോയിന്ററിന്റെ സൈസും തന്നിട്ടുണ്ട് 6 byte. യു ക്യാൻ സീ ഹിയർ. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടുത്തെ ആർ എന്ന് പറയുന്നത്.
ദെൻ കാൽക്കുലേഷൻ എല്ലാം സെയിം തന്നെയാണ്. ബി ഇസ് ഈക്വൽ ടു 512 തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബി എഫ് ആർ. ബി എഫ് ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആർ. സോ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് 512 തന്നെ, ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് 21 ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. നൗ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ബ്ലോക്സ്. അപ്പൊ സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് എന്താണ്? ആർ ഡിവൈഡഡ് ബൈ ബി എഫ് ആർ. സോ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് ഇപ്പൊ ചേഞ്ച് ആയിട്ട് എന്താണ്ട് 1667 ഡിവൈഡഡ് ബൈ ഈ 24 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. സോ ആക്ച്വലി ഇവിടെ 70 ആണ്. 70 എന്ന് പറയുന്നത് 70 നമ്പർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ലോഗ് 2 കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ബൈനറി സെർച്ച് ആണെങ്കിൽ ലോഗ് എൻ ടൈംസ് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, 70 എന്ന് എഴുതിയാലും പ്രോബ്ലം ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡറി ലെവൽ ഇൻഡെക്സിലേക്ക് പോവാണ്. അപ്പൊ വീണ്ടും നമുക്ക് സെക്കൻഡറി ലെവൽ ഇൻഡെക്സിലേക്ക് പോകുമ്പോൾ ഇൻഡെക്സിന്റെ സൈസ് വീണ്ടും കുറയും. അപ്പൊ ഇവിടെ കിട്ടിയ 70 ആണ് ഇനി വരുന്നതിന്റെ ആറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടുത്തെ പ്രൈമറി കീന്റെ സൈസിന് ചേഞ്ച് ഒന്നുമില്ല, സോ 21 തന്നെ. സോ ഇനി നമ്മൾ ബ്ലോക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 5 കിട്ടും, 5 or 3 ആ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ഹാവ് ടു സോൾവ് ദിസ് പ്രോബ്ലം. ഇപ്പൊ നന്നായിട്ട് ഒന്നുകൂടി ജസ്റ്റ് വായിച്ചു നോക്കാം. സിംഗിൾ ലെവൽ ഇൻഡെക്സിങ് അല്ലെങ്കിൽ ഇൻഡെക്സിങ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റെക്കോർഡ്സ് ഉണ്ട് അത്രയും തന്നെ സ്മോൾ ലെറ്റർ ആർ ആയിട്ട് എടുക്കുക. സിംഗിൾ ലെവൽ ഇൻഡെക്സിംഗ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് വിത്തൗട്ട് ഇൻഡെക്സിംഗിൽ എത്ര ബ്ലോക്സ് കിട്ടി അതാണ് നെക്സ്റ്റ് ടൈം സ്മോൾ ലെറ്റർ ആർ ആയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ ഇതേ സംഭവം തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കേസിൽ ഇതിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതില് ഓക്കെ, ചില ക്വസ്റ്റ്യനില് നോക്കുമ്പോൾ ഈ പ്രൈമറി കീ അല്ല യൂസ് ചെയ്യണത്, ഇൻഡെക്സിംഗിൽ പ്രൈമറി കീ അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് എപ്പോഴും ഇതേ വാല്യൂ തന്നെയായിരിക്കും. പ്രൈമറി കീ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, നെക്സ്റ്റ് ടൈം ഈ കിട്ടുന്ന ബി വാല്യൂ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീ ഫീൽഡ് മൾട്ടി ലെവൽ ഇൻഡെക്സിംഗ് നോൺ കീ ഫീൽഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നോൺ കീ ആണ്, അത് പ്രൈമറി കീ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ വിത്തൗട്ട് എനി ഇൻഡെക്സിങ് നമുക്ക് എത്ര ബ്ലോക്ക് വേണം, നമ്മൾ ആർ കണ്ടുപിടിച്ചു, ബി ക്യാപിറ്റൽ ലെറ്റർ ആർ, ബി എഫ് ആർ കാൽക്കുലേറ്റ് ചെയ്തു, ബി ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ ബി എഫ് ആർ. സോ ഫൈനലി നമുക്ക് 512 ബ്ലോക്സ് കിട്ടി. ഓക്കെ, ഇനി സിംഗിൾ ലെവൽ ഇൻഡെക്സിങ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും നേരത്തെ കേസിൽ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് എന്താ എടുത്തത്, 512 ആണ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എടുത്തത്. പക്ഷെ ഇവിടെ വീണ്ടും നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് എന്ത് തന്നെ എടുത്തു, ഈ നേരത്തെ നമ്മൾ എടുത്ത 16,384 വന്നു. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ കീ ആട്രിബ്യൂട്ട് ആസ് ദ ഇൻഡെക്സ് വാല്യൂ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യനിൽ കീ ആണ് ഇൻഡെക്സിങ്ങിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 512 ആണ് നെക്സ്റ്റ് ടൈം സ്മോൾ ലെറ്റർ ആർ ആയിട്ട് എടുക്കുക, സിംഗിൾ ലെവൽ ഇൻഡെക്സിങ്ങിൽ എടുക്കുക. നോൺ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറിന്റെ വാല്യൂ ചേഞ്ച് ആവുകയേ ഇല്ല. ഓക്കെ, അപ്പൊ അത് മാത്രമാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം കേട്ടോ.